നമസ്കാരം. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും CPM-ഉം പരാജയപ്പെടും എന്ന കാര്യത്തിൽ CPM-കാർക്ക് പോലും ഇപ്പോൾ തർക്കമില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ. ഒന്ന്, പാർട്ടി സംവിധാനങ്ങൾ തന്നെ, പാർട്ടി വൃത്തങ്ങൾ തന്നെ, പാർട്ടി ഗ്രാമങ്ങൾ തന്നെ മറ്റൊരു തുടർഭരണം ആഗ്രഹിക്കുന്നില്ല. ഇനി ഒരിക്കൽ കൂടി CPM അധികാരത്തിൽ വന്നാൽ CPIM എന്ന പാർട്ടി ഇല്ലാതാകുമെന്ന് പാർട്ടി കേഡറുകൾക്ക് ഉത്തമ ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി CPM-കാർ ഇക്കുറി CPM-ന് വോട്ട് ചെയ്യാത്ത സാഹചര്യമുണ്ടാവും. ആകെ ചില നേതാക്കൾ അവരുടെ വ്യക്തിപരമായ മികവ് കൊണ്ട് വിജയിച്ചേക്കാം എന്നല്ലാതെ സാക്ഷാൽ പിണറായി വിജയൻ പോലും മത്സരിച്ചാൽ തോറ്റുപോകുന്ന സാഹചര്യമുണ്ട്. കാരണം പാർട്ടിയെ ഇല്ലാതാക്കാൻ പാർട്ടി നേതാക്കൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഒരു തുടർ ഭരണത്തിന് അവരൊരുക്കമല്ല. രണ്ടാമത്തേത്, മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ടായ പൂർണ്ണമായ വിശ്വാസ നഷ്ടമാണ്. മറ്റ് കമ്മ്യൂണിറ്റികൾ പോലെ അല്ല മുസ്ലിം വോട്ടുകൾ. മുസ്ലിം വോട്ടുകൾ ഏതാണ്ട് 99% ഒരുപോലെ പ്രവർത്തിക്കുന്നതാണ്. അവരിൽ ഭൂരിഭാഗവും എക്കാലത്തും ലീഗിനൊപ്പമാണ്. എന്നാൽ ലീഗിന് വോട്ട് ചെയ്യാത്ത ആളുകൾ, ലീഗിന് സ്വാധീനമില്ലാത്ത ഇടത്തെ മുസ്ലിമുകൾ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കുത്തിയെന്ന് വരാം. ഇക്കുറി പക്ഷേ CPM-നോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏകപക്ഷീയമായി അവർ UDF-നെ വോട്ട് ചെയ്യുമെന്ന് ഉറപ്പാണ്. ഈ രണ്ട് കാരണങ്ങൾ അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആകാശമിടിച്ചു വീണാലും ഒരു കാര്യം തീർച്ചയാണ്, ഇടതുപക്ഷവും CPM-ഉം ഒരിക്കൽ കൂടി അധികാരത്തിൽ വരില്ല. ഇത് CPM-കാർക്കറിയാം, കോൺഗ്രസ്സുകാർക്കറിയാം, സകല മനുഷ്യർക്കും അറിയാം. ആകപ്പാടെ കോൺഗ്രസിന്റെ സാധ്യതയെ ബാധിക്കുന്നത് BJP-യുടെ പെർഫോമൻസ് ആയിരിക്കും. BJP ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ പോയാൽ കാര്യമായ ഭീഷണി ഉണ്ടാവില്ല. എന്നാൽ ശോഭാ സുരേന്ദ്രനെ പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജനമുഖമുള്ള ആളുകളെ നേതൃരംഗത്തേക്ക് കൊണ്ടുവന്ന് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അവർക്കൊരു 10 സീറ്റ് വരെ നേടാനുള്ള സാധ്യതയുണ്ട്. അത് എങ്ങനെ പ്രതിഫലിക്കും എന്നത് മാത്രമായിരിക്കും തർക്കവിഷയം. അല്ലാത്ത സാഹചര്യത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇനി കഷ്ടി 1 വർഷം മാത്രം ഭരണം ബാക്കിയുള്ളപ്പോൾ ഭരണം ഉറപ്പായ UDF-ൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലി ആരംഭിച്ചിരിക്കുന്നു. പുര നിറഞ്ഞ് മുഖ്യമന്ത്രി മോഹികൾ കോൺഗ്രസ് പാർട്ടിയിൽ നിലനിൽക്കുകയാണ്. മുതിർന്ന പല നേതാക്കളുമുണ്ട്. 6-7 പേർക്ക് മുഖ്യമന്ത്രി മോഹമുണ്ട്, മുഖ്യമന്ത്രി സാധ്യതയുമുണ്ട്. അതിൽ 2-3 പേരെ നമുക്ക് ആദ്യം തന്നെ എഴുതി തള്ളാം. ഒന്നാമൻ KPCC പ്രസിഡന്റ് K. സുധാകരനാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പോലും നിദാനമാകുന്നതിനാൽ അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലേക്ക് പരിഗണിക്കപ്പെടുമെന്നോ മത്സരത്തിന് ഇറങ്ങുമെന്നോ വിശ്വസിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് മിടുക്കനായ, ഏകോപിപ്പിക്കാൻ ശേഷിയുള്ള സുധാകരന്റെ സാധ്യത മങ്ങിയിരിക്കുന്നു. മറ്റൊരാൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിനും പ്രായാധിക്യവും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അല്പം പിറകിൽ നിൽക്കുന്നു എന്ന കാരണം കൊണ്ട് മാറ്റി നിർത്തപ്പെടാം. മൂന്നാമൻ K. മുരളീധരനാണ്. മുരളീധരൻ പ്രഗത്ഭനാണെങ്കിലും തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തോൽവിയും കോൺഗ്രസിലെ ശക്തമായ ഗ്രൂപ്പ് പിന്തുണയില്ലാത്തതും ഹൈക്കമാൻഡിന് പോലും താല്പര്യമില്ലാത്തതും കൊണ്ട് മാറ്റി നിർത്തപ്പെടാം. പിന്നെയും കോൺഗ്രസിൽ അനേകം നേതാക്കൾ ബാക്കിയുണ്ട്. 3 പേരാണ് പിന്നെ അവശേഷിക്കുന്ന പ്രമുഖർ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല, വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ. ശശി തരൂരിനെ ഉയർത്തിക്കാട്ടി മുമ്പോട്ട് പോവാൻ ലീഗ് അടക്കമുള്ളവർക്ക് താല്പര്യമാണ്. ശശി തരൂരിന്റെ വലിയ തോതിൽ പ്രൊഫഷണലുകൾക്കിടയിലും യുവാക്കൾക്കിടയിലുമുള്ള പിന്തുണ, സ്ത്രീകൾക്കിടയിലുള്ള പിന്തുണ ഗുണം ചെയ്തേക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. എന്നാൽ കേരളം പോലൊരു സംസ്ഥാനത്തെ ചതുരംഗക്കളത്തിൽ കരുക്കൾ നീക്കാനുള്ള വിരുദില്ലായ്മ, പ്രായോഗിക രാഷ്ട്രീയത്തിലുള്ള പരിചയക്കുറവ്, ഇത് ഒരുപക്ഷെ തരൂരിന് ഭീഷണിയായി മാറാം. ലീഗ് പിടിവാശിയെടുത്തില്ലെങ്കിൽ തരൂരിനെ പരിഗണിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയാവാനുള്ള മത്സരം 2 പേർ തമ്മിലാണ്, രമേശ് ചെന്നിത്തലയും VD സതീശനും. പൊതുവെ ആരാണോ പ്രതിപക്ഷ നേതാവ് അവരാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് പതിയെ നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ VD സതീശന് മുഖ്യമന്ത്രി കസേരയിൽ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. എന്നാൽ 2016 മുതൽ 21 വരെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു. 21-ൽ തീർച്ചയായും മുഖ്യമന്ത്രിയാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തുടർ ഭരണമുണ്ടായതോടെ ആ മോഹം സാധിക്കാതെ പോയി. ചെന്നിത്തലയ്ക്ക് പകരം സതീശൻ പ്രതിപക്ഷ നേതാവായി.
അതുകൊണ്ട് രണ്ട് പ്രതിപക്ഷ നേതാക്കൾ ഒരേ സാധ്യതയോടുകൂടി രംഗത്തുണ്ട് എന്നതാണ് വാസ്തവം. കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി.ഡി. സതീശനും ഒരുപോലെ നിൽക്കുന്നു. രണ്ടിൽ ആരായിരിക്കും മുൻപിലെത്തുക എന്നതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ, നീക്കങ്ങൾ, തന്ത്രങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സതീശൻ വേണുഗോപാലുമായി സഖ്യത്തിലായി. ഹൈക്കമാൻഡിന്റെ പിന്തുണയോടെ വിജയം ഉറപ്പിച്ച് മുഖ്യമന്ത്രിയാവാൻ മുമ്പോട്ട് പോകുന്നു. അതിന് തടസ്സം നിൽക്കുന്നവരെ പലരെയും വിദഗ്ധമായി വെട്ടാൻ നീക്കം നടക്കുന്നു. ഇപ്പോൾ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചതുപോലും KPCCയുടെ പൂർണ്ണ പിന്തുണ സതീശൻ ഉറപ്പാക്കാൻ വേണ്ടിയാണ്. ക്രൈസ്തവരുടെ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ക്രൈസ്തവ മേഖലയിൽപ്പെട്ട ആരെങ്കിലും KPCC പ്രസിഡന്റ് ആവണം എന്ന ആശയം മുമ്പോട്ട് വെച്ചതുപോലും സതീശൻ ഈ ലക്ഷ്യത്തോടെയാണ്. ചെറുപ്പക്കാരായ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ KPCC പ്രസിഡന്റാക്കി കഴിഞ്ഞാൽ താൻ പറയുന്നിടത്ത് നിൽക്കുമെന്ന് സതീശൻ അറിയാം. ആ തന്ത്രം പക്ഷേ മുതിർന്ന നേതാക്കൾ വെട്ടിക്കളഞ്ഞത് സതീശന് തിരിച്ചടിയായി. ആ ഒരു നീക്കം കൂടി സതീശൻ നടത്തിയതോടെ ഇതുവരെ പിന്മാറി നിന്നിരുന്ന ചെന്നിത്തലയും രംഗത്തിറങ്ങി. ചെന്നിത്തല താനാണ് മുഖ്യമന്ത്രിക്ക് ഏറ്റവും യോഗ്യൻ എന്ന് പരോക്ഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് സജീവമായി പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിലേതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്നു. പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും വിഷയങ്ങൾ ഉയർത്തി ചർച്ചയാക്കുന്നതിൽ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓടി നടന്നുള്ള സാമുദായിക പിന്തുണയും അവർ ഉറപ്പാക്കുന്നു. കേരളത്തിൽ സാമുദായിക പിന്തുണ നിർണായകമാണ്. ഹിന്ദു സമുദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണക്കാർ NSSും SNDPയുമാണ്. ക്രൈസ്തവ വിഭാഗത്തിൽ എല്ലാവരെയും സോപ്പിട്ട് കൊണ്ടുപോകണം. പരസ്യമായ രംഗത്ത് വരില്ലെങ്കിലും ലത്തീൻ സഭയെയും സീറോ മലബാർ സഭയെയും ഓർത്തഡോക്സ് സഭയും ഒന്നും പിണക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ വിശ്വാസ സമൂഹങ്ങളുടെയും പ്രധാന പരിപാടികളിൽ ഓടി നടന്ന് ഇവരൊക്കെ പങ്കെടുക്കുകയാണ്. സതീശൻ ക്രൈസ്തവ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും വലിയ വിശ്വാസിയായി മാറുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്. എന്നാൽ ചെന്നിത്തല പതിയെ കളം കീഴടക്കി രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 11 വർഷമായി പിണങ്ങി നിന്നിരുന്ന സുകുമാരൻ നായരുമായി സഖ്യത്തിലായി. സുകുമാരൻ നായർ ചെന്നിത്തലയ്ക്ക് വേണ്ടി താക്കോൽ സ്ഥാനം എന്ന വാക്കുപയോഗിച്ചതോടെ 2012-13 കാലയളവിൽ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. ചെന്നിത്തലയെ നായർ സമുദായത്തിന്റെ നേതാവാക്കി ചിത്രീകരിച്ച് ഒതുക്കാൻ ചിലർ ശ്രമം നടക്കുന്നു എന്ന പ്രതികരണം ചെന്നിത്തല തന്നെ നടത്തിയതോടെ സുകുമാരൻ നായർ പിണങ്ങിയിരുന്നു. പിന്നീട് സുകുമാരൻ നായരും ചെന്നിത്തലയും തമ്മിൽ പരസ്പരം ബന്ധമില്ലാതാണ് മുമ്പോട്ട് പോയത്. ചില മധ്യസ്ഥർ വഴി സുകുമാരൻ നായരെ അനുനയിപ്പിക്കുകയും സുകുമാരൻ നായർ വീണ്ടും ചെന്നിത്തലയെ ചേർത്ത് പിടിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ജനുവരി മാസം 2-ാം തീയതി മന്നൻ സമാധിയുടെ ഉദ്ഘാടകനായി ക്ഷണിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. ചെന്നിത്തലയോ സതീശനോ ആരാണ് നേതാവാകേണ്ടത് എന്ന ചോദ്യത്തിന് സുകുമാരൻ നായർക്ക് കൂടുതൽ താല്പര്യം ചെന്നിത്തലയോടെയാണ് എന്ന പ്രഖ്യാപനമാണിത്. സതീശന് സമുദായ നേതാക്കളിൽ നിന്നും അല്പം അകലം പാലിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ പിന്തുണയില്ല എന്ന് പരസ്യ പ്രഖ്യാപനം എന്ന സൂചന നൽകിക്കൊണ്ട് ചെന്നിത്തലയെ സുകുമാരൻ നായർ NSS യോഗത്തിലേക്ക് വിളിച്ചത് വലിയ ചർച്ചയാവുന്നു. NSS പിന്തുണയ്ക്കുമ്പോൾ സ്വാഭാവികമായും SNDPയുടെ പിന്തുണ ഉണ്ടാവില്ല എന്നാണ് പലരും കണക്കാക്കുന്നത്. എന്നാൽ അതിനു തൊട്ടു മുമ്പ് ശിവഗിരി തീർത്ഥാടനത്തോട് അനുബന്ധിച്ചുള്ള SNDPയുടെ ചടങ്ങിൽ വെള്ളപ്പള്ളി നടേശൻ ക്ഷണിച്ചതും ചെന്നിത്തലയെ തന്നെ. മുഖ്യമന്ത്രിയാവാൻ ചെന്നിത്തല സർവാത്മന യോഗ്യനാണ് എന്ന് പരസ്യമായി വെള്ളാപ്പള്ളി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതായത് ഒരേ സമയം ഈഴവ പിന്തുണയും നായർ പിന്തുണയും ചെന്നിത്തല ഉറപ്പാക്കിയിരിക്കുന്നു. ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർക്ക് ചെന്നിത്തലയോട് പണ്ടേ പിണക്കമൊന്നുമില്ല. ചില ക്രൈസ്തവ സഭാധ്യക്ഷന്മാർക്ക് സതീശനോടാണ് അകലമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ സതീശിനേക്കാൾ മുന്നിലേക്ക് ചെന്നിത്തല കയറി പ്ലേസ് ചെയ്തിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ചാനൽ ചർച്ചകളൊക്കെ ചെന്നിത്തലയെ ഫോക്കസ് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ചെന്നിത്തലയും സതീശനും തമ്മിലുള്ള മത്സരത്തിൽ ഒരു പടി മുമ്പിൽ നിൽക്കുന്നത് ചെന്നിത്തലയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ ഇനി നിർണായകമാവുന്നത് ലീഗിന്റെ തീരുമാനമാകും. കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ് ആരാണ് മുഖ്യമന്ത്രി ആവേണ്ടത് എങ്കിലും ലീഗിന് കൃത്യമായ ഒരു സേ ഉണ്ടാവും. ലീഗ് ആരുടെ പേര് പറയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തീരുമാനത്തിലേക്കുള്ള സാഹചര്യം രൂപപ്പെടുന്നത്. എന്നാൽ ചെന്നിത്തലയും സതീശനും തമ്മിലുള്ള തർക്കം മുറുകുമ്പോൾ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടേക്കുമെന്ന ആശങ്ക കോൺഗ്രസ് വൃത്തങ്ങളിലുണ്ട്. കോൺഗ്രസിലെ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും കരുത്തനായ നേതാവ് ഇവരാരുമല്ല KC വേണുഗോപാലാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ വേണുഗോപാലിന് തൽക്കാലം കേരളത്തിൽ താല്പര്യങ്ങളൊന്നുമില്ല. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായി
അടുത്ത ആഭ്യന്തരമന്ത്രി പദവിയിൽ എത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് വേണുഗോപാൽ. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്ന സാഹചര്യമുണ്ടായാൽ രണ്ടാമനായി വേണുഗോപാൽ എത്തുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ ആ ഒരു ഭാഗ്യപരീക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കണമോ, കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര പൊളിക്കുമോ എന്ന് വേണുഗോപാലിന് തോന്നിയാൽ ഇവർ തമ്മിലുള്ള ഭിന്നത മുതലെടുത്ത് സമവായ സ്ഥാനാർത്ഥിയായി വേണുഗോപാൽ എത്തിയെന്ന് വരാം. കോൺഗ്രസ് രാഷ്ട്രീയം അങ്ങനെയൊക്കെയാണ്. അധികാരത്തിന്റെ അടുത്തെത്തുമ്പോൾ തമ്മിൽ തല്ലിച്ച മൂർച്ഛിക്കും. ഇവിടെ ചെന്നിത്തലയാണോ സതീശനാണോ കൂടുതൽ മിടുക്കൻ എന്ന ചോദ്യം ഉയർന്നു കഴിയുന്നു. യുവനേതാക്കൾക്ക് താല്പര്യം സതീശനോടാണ്. സതീശിന്റെ ഇലക്ടറൽ പൊളിറ്റിക്കൽ മാനേജ്മെന്റ് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. എന്നാൽ ചെന്നിത്തലയുടെ അത്രയും രാഷ്ട്രീയ പരിചയം സതീശനില്ല. ഒരു മന്ത്രിയോ KPCC പ്രസിഡന്റോ ആയിട്ടില്ലാത്ത ആളാണ് സതീശൻ. ചെന്നിത്തലയാവട്ടെ ആഭ്യന്തരമന്ത്രി പദവി മുതൽ AICC വർക്കിംഗ് കമ്മിറ്റി അംഗം മുതൽ KPCC പ്രസിഡന്റ് വരെയുള്ള പദവിയിൽ ഇരുന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ആയിരുന്നു. കേരളത്തിന് പുറത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കളിൽ ആന്റണി കഴിഞ്ഞാൽ മറ്റു കോൺഗ്രസ് നേതാക്കൾ അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ചെന്നിത്തലയാണ്. ഇതൊക്കെ ചെന്നിത്തലയ്ക്ക് ഗുണമായേക്കും എന്ന് കണക്കാക്കുമ്പോഴും അന്തിമ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. KC വേണുഗോപാൽ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് വന്നാൽ, രാഹുൽ അങ്ങനെയൊരു തീരുമാനമെടുത്താൽ രണ്ടുപേരുടെയും പ്രതീക്ഷ വെറുതെയാകും. എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയം അങ്ങനെയാണ്. മാവ് പൂത്തതോടെ മാങ്ങായ്ക്ക് വേണ്ടിയുള്ള കടിപിടി ആരംഭിച്ചു കഴിഞ്ഞു.